الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും പരമാവധി പകർത്തിയും പാലിച്ചും സൂക്ഷ്മതയുള്ള അടിമകളിൽ പെടുവാൻ പരമാവധി ശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വർഷത്തിലെ ഏറ്റവും പുണ്യമേറിയ ദിനങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിൽ ഏറ്റവും മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിനങ്ങളാണ് ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ. അതിന്റെ രാവും പകലും ഏറെ പ്രസക്തമാണ്, ഏറ്റവും നന്മ നിറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആ ദിനങ്ങളെപ്പറ്റി ഒരുപാട് ഇടങ്ങളിലായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജ് കർമ്മത്തിന് വരുവാൻ ജനങ്ങളിൽ പ്രഖ്യാപനം ചെയ്യുക എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു പറഞ്ഞു. എന്നോട് പറഞ്ഞു, കാൽനടക്കാരായിട്ടും ദൂരദിക്കുകളിൽ നിന്ന് സകല മാർഗങ്ങളിൽ കൂടിയും വന്നുകൊണ്ടിരിക്കുന്ന, അതുപോലെ ക്ഷീണിച്ച് മെലിഞ്ഞ് എല്ലാ വാഹനപ്പുറത്തായും അവർ നിന്റെ അടുക്കൽ വരുന്നതാണ് എന്ന്. അന്നത്തെ വാഹനം എന്നത് നമുക്കറിയാം, നാൽക്കാലികളായ ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ ആയിരുന്നു. പരിശുദ്ധ ഖുർആനിൽ സയ്യാറ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ സയ്യാറ അന്നത്തെ വാഹനമാണ്. ഇന്ന് നമ്മൾ നമ്മുടെ കാറുകൾക്ക് പറയുന്നതാണ്. സുബ്ഹാനല്ലാഹ്,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിനങ്ങളുടെ പ്രസക്തി അത്തരുണത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് യശ്ഹദു മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാവുകയും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, നിശ്ചിതമായ ദിവസങ്ങളിൽ തങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കന്നുകാലികളുടെ മേൽ ബലി കഴിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? മിൻ ബഹീമത്തിൽ അൻആമി ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം പ്രകീർത്തനം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ അതിനുവേണ്ടിയാകുന്നു അത്. അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക, അതുപോലെ പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് നിങ്ങൾ അത് ദാനമായി നൽകുകയും ചെയ്യുക, ഭക്ഷണമായി നൽകുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞ 10 ദിവസങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ നാളെ മുതൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മറന്നുപോകുന്നത് കൊണ്ട് പെട്ടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ എല്ലാ സൽക്കർമ്മങ്ങളും ഒരുമിച്ച് സമ്മേളിക്കുന്ന ദിനങ്ങളാണ്. മറ്റു ദിനങ്ങളിൽ ചിലതില്ല. പരിശുദ്ധ റമദാനിലെ അവസാന 10 ദിനങ്ങളിൽ ഹജ്ജ് വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച എല്ലാ കർമ്മങ്ങളും ഒന്നിച്ചു വരുന്ന, നോമ്പ് വരുന്നുണ്ട്, സക്കാത്തും സ്വതക്കയും അദ്കാറുകളും ഇസ്തിഗ്ഫാറുകളും നമസ്കാരങ്ങളും ഹജ്ജും ഉംറയും എല്ലാം സമ്മേളിക്കുന്ന 10 ദിവസങ്ങളാണിത്. അതിന്റെ അവസാനത്തെ പൂർത്തീകരണം എന്ന നിലക്ക് ഈദുൽ അദ്ഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ ഈദുൽ അദ്ഹയിൽ ഇതുപോലെ തന്നെ അവിടെ ഹജ്ജിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അറവുള്ളതുപോലെ തന്നെ നമുക്ക് കഴിവുള്ള ആളുകൾ ഇവിടെ വെച്ച് ഉളുഹിയത്തിൽ പ്രവേശിക്കുവാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിക്കുകയും ചെയ്തു. അതിന് തയ്യാറായ ആളുകൾ ഇന്നത്തോടു കൂടി അവരുടെ നഖവും അവരുടെ മുടിയുടെ മുറിക്കലും ഒക്കെ നിർത്തിക്കൊണ്ട് ഹജ്ജിന്റെ പൂർത്തീകരണം വരെ, ഈദുൽ അദ്ഹയുടെ ഉളുഹിയത്ത് വരെ അവർ പിന്നീട് എന്ത് ചെയ്യരുത്? നഖം മുറിക്കുകയോ ഏതെങ്കിലും രോമങ്ങൾ മുറിക്കുകയോ ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ്, അതുപോലെ അബൂ മൂസ അശ്അരി, മുജാഹിദ് റളിയല്ലാഹു അൻഹു, അതാ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ, ഹസനുൽ ബസരി, ഖത്താ, ലഹാഖ്, ഇബ്രാഹിം നഖഈ, അതാഉൽ ഖുറാസാനി, ഇമാം ഷാഫിഈ, അഹ്മദ് റഹിമഹുല്ലാഹ്, ഇവരെല്ലാവരും അവരുടെ ഒക്കെയും അഭിപ്രായത്തിൽ ഈ അയ്യാമി മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ ദിനങ്ങൾക്കും ഇതിലെ കർമ്മങ്ങൾക്കും പ്രിയപ്പെട്ടവരെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ 10 ദിവസം നമ്മൾ മറ്റു പരിപാടികളിലേക്കൊന്നും പോകാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, അള്ളാന്റെ റസൂൽ പറയാണ് ആ 10 ദിനങ്ങളിൽ ആത്മാർത്ഥമായ സ്നേഹത്തോടു കൂടിയുള്ള ഒരു പുഞ്ചിരി പോലും പുണ്യമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഏതൊരു നന്മക്കും അതിന്റെ പവിത്രത കൽപ്പിച്ചുകൊണ്ട് നിർവഹിക്കാൻ പറ്റിയ 10 ദിവസങ്ങളാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ, ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം ആ 10 ദിവസമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളലുൽ അയ്യാമി ദുനിയ അയ്യാമുൽ അശർ. ഏതാണ് ഈ അയ്യാമുൽ അശർ? വൽ ഫജ്ർ വലയാലിൻ അശർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൻ ലിദി ഹിജ്ർ എന്ന് പറഞ്ഞ സൂറത്ത് ഫജ്റിലെ ആദ്യത്തെ ആയത്തുകളിൽ പരിചയപ്പെടുത്തിയ വൽ ഫജ്ർ വലയാലിൻ അശർ 10 ദിനങ്ങളാണ് സത്യം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആ 10 ദിവസങ്ങളാണ് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, വബിൽ ജുംലതി ഫഹാദൽ അശ്റു ഖദ് ഖീൽ ഇന്നഹു അഫ്ളലു അയ്യാമി സന കമാ നതഖ ബിഹിൽ ഹദീസ് ഫഫളലഹു കസീറുൻ അലാ അശ്രി റമളാനൽ അഖീർ. സുബ്ഹാനല്ലാഹ്, നിശ്ചയമായും ഹദീസുകളിൽ വന്നത് പ്രകാരം ഈ വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാകുന്നു ഇത്. ഇവയുടെ ശ്രേഷ്ഠത റമദാനിലെ 10 ദിനങ്ങളെക്കാളും കൂടുതലാണ് എന്നാണ് തഫ്സീർ ഇബ്നു കസീറിലൂടെ അദ്ദേഹം പഠിപ്പിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പ്രകാരം പറയുമായിരുന്നു, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ
ദുൽഹിജ്ജയിലെ ആദ്യത്തിലെ ഓരോ ദിനങ്ങളും 1000 ദിനങ്ങളെ പോലെയാണ്. അറഫാ ദിനം ആയിരക്കണക്കിന് ദിനങ്ങളെ പോലെയുമാണ് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇനിയോ 2 കർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിനങ്ങൾ. ഈ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് മറ്റേ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെക്കാളും അള്ളാഹുവിന് പ്രിയങ്കരം. അതായത് ഇന്നലെ വരെ ഇന്നുവരെ നമസ്കരിച്ച നമസ്കാരങ്ങളെക്കാളും പ്രാധാന്യവും പവിത്രതയും വരുന്ന 10 ദിവസങ്ങളിൽ ആ ചെയ്തിരിക്കുന്ന ഏതൊരു സൽക്കർമ്മവും ഒരാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഈ 10 ദിവസം അള്ളാഹു നൽകുന്ന പ്രതിഫലം മറ്റൊരു പ്രതിഫലമാണ്, വളരെ ശ്രേഷ്ഠകരമായ പ്രതിഫലം. ഇന്നലെ വരെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത ആളുകൾക്ക് ഈ 10 ദിവസം അവർ ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളായിട്ട് മാറുകയും അവർക്ക് അതിന് പ്രത്യേകം പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നു. അത് ഏതൊരു സൽക്കർമ്മങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയോടുകൂടിയുള്ള നല്ല പ്രതിഫലം ലഭിക്കുന്ന 10 ദിവസങ്ങളാണ് ഈ 10. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എല്ലാവരോടും ഈ 10 ദിവസം നമ്മൾ അതിന്റെ ഓരോ സെക്കൻഡുകളും നമ്മൾ അറിയാതെ കടന്നു പോകരുത്. നമ്മളുടെ ഓരോരുത്തരുടെയും മൈൻഡിൽ ആ ഓരോ സമയവും ഉണ്ടാകണം. ആ സമയങ്ങളിൽ നിർവഹിക്കേണ്ടതായ കാര്യങ്ങൾ നിർവഹിക്കണം. നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുന്ന ആളുകൾ നോമ്പ് അനുഷ്ഠിക്കണം. 9 ദിവസവും വരെ നോമ്പ് അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി അതല്ല, അതിന്റെ പ്രത്യേക സുന്നത്തായ ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെ. ഏതായാലും അവിടെ ഒന്നും ആ 10 ദിനത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ആ 10 ദിവസത്തിന് ശേഷം പറയുന്നൊരവസ്ഥ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിൽ ഉണ്ടാവരുത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അതിൽ പ്രതിജ്ഞാബദ്ധരായി നീങ്ങുക. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും സഹായം നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാന്റെ റസൂൽ പറയാണ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്നതിനേക്കാളും പുണ്യമാണത്രേ ഈ കർമ്മങ്ങൾ. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇത്രമേൽ അള്ളാഹു സൽക്കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്നതായ മറ്റു ദിവസങ്ങളില്ല. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് അള്ളാഹുവിന്റെ സഹാബികൾ അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലും അള്ളാഹുവിന് ഇത്രമേൽ പ്രിയങ്കരമല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലും അള്ളാഹുവിന് ഇത്രമേൽ പ്രിയങ്കരമല്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സ്വന്തം ശരീരവും സമ്പത്തുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങിത്തിരിക്കുകയും അവ രണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്ത ഒരാളൊഴികെ ബാക്കിയുള്ള കാര്യത്തിൽ ഉള്ള ജിഹാദിനേക്കാളും ഏറ്റവും പ്രബലമാണ് ഈ ദിവസങ്ങളിലെ ആരാധനാ കർമ്മങ്ങൾ എന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മൾ മറന്നു പോകരുത്. മറ്റൊരു റിവായത്തിൽ പറയുന്നുണ്ട്, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ അള്ളാഹുവിന് ശ്രേഷ്ഠവും പ്രിയമേറിയതുമായ മറ്റു ദിനങ്ങളില്ല. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് നൽകുന്ന കർമ്മങ്ങളുണ്ട്. അതിനു പുറമെ നമ്മുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നന്മകളുണ്ട്. സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്റെ മുന്നിലുള്ളവർ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ അതിനൊക്കെയും ഓരോ ദിവസങ്ങൾ നിശ്ചയിക്കാറുണ്ട്. ഇന്ന ദിവസം ഇന്നത് ചെയ്യാം, അടുത്ത മാസം ഇന്നത് ചെയ്യണം, അടുത്ത ആഴ്ച ഇന്നത് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച ആളുകളാണെങ്കിൽ അവരൊക്കെയും ഒന്നിരുന്ന് അവർ ചെയ്യാനിരിക്കുന്ന നന്മകൾ, ഉദ്ദേശിച്ചിരിക്കുന്ന നന്മകൾ ഈ 10 ദിവസത്തിനുള്ളിലാക്കാൻ ശ്രമിച്ചാൽ അവർക്കുള്ള പ്രതിഫലം വേറെയാണ്. അതുകൊണ്ട് ഹജ്ജിനേക്കാളും പുണ്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദിനങ്ങളിലെ കർമ്മങ്ങൾ. അതിനാൽ ഈ ദിനങ്ങൾ അശ്രദ്ധമാക്കി നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇമാം ഔസാഇ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, പകലിൽ നോമ്പെടുത്തും രാത്രി കാവലിരുന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ് ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങളിലെ പ്രവർത്തനങ്ങൾ. അള്ളാഹുവിങ്കൽ സംശുദ്ധമായ പ്രവർത്തനങ്ങളുടെ ദിനമാണ്. ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും പരിശുദ്ധിയാർജിച്ചതും ഏറ്റവും പ്രതിഫലം നിറഞ്ഞതും. അതുകൊണ്ട് ആ ദിവസങ്ങളിലെ കർമ്മങ്ങൾ ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, ആ ദിവസങ്ങളിലെ കർമ്മങ്ങളിൽ ഓരോന്നും നമ്മൾ തിരഞ്ഞെടുക്കുക. ഫർളായ നമസ്കാരങ്ങൾ ആ 10 ദിവസങ്ങളെല്ലാം നമ്മൾ റമദാനിലെ നമ്മൾ ശീലിച്ചു വന്നത് അതുപോലെ തുടരുന്ന ആളുകൾ അള്ളാഹു പ്രതിഫലം നൽകുമാറാവട്ടെ. എന്നാൽ ചില ആളുകൾ തിരക്കിൽപ്പെട്ട് അതൊക്കെ തെറ്റിച്ച് ജീവിച്ചു പോകുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു സൂക്ഷ്മത കൂടുതൽ നൽകുമാറാവട്ടെ. ഏതായാലും ഈ ദുൽഹിജ്ജ വരുമ്പോൾ ഒരു തിരുത്ത്,
ഒരു യൂട്ടേൺ അടിക്കാനുള്ള നല്ലൊരു ചാൻസ് ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭൗതികമായ സാഹചര്യങ്ങൾ ഞാനും നിങ്ങളും നിറഞ്ഞാടി ജീവിക്കുന്നവരാണ്. ഭൗതികമായ പ്രബദ്ധതയ്ക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം പാരത്രികമായ ജീവിതത്തിലേക്കും നടന്നെടുക്കാൻ നമുക്ക് സാധിക്കാം. ഈ കഴിഞ്ഞ റമദാനിൽ സജീവമായി ഇബാദത്തുകളിൽ മുന്നിൽ നിന്ന ആളുകൾ, അതിൽപ്പെട്ട പ്രധാനികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാവർക്കും സ്വർഗം നൽകുമാറാവട്ടെ. മാമിൻ ആമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജൽ വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈരി യഅമലുഹു ഫി അശ്രിൽ അദ്ഹാ. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റു പ്രവർത്തനങ്ങളുമില്ല എന്ന് സഹീഹു തറായിബിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ ശ്രേഷ്ഠാരാധനകൾ ഒരുമിക്കുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. ഇബാദത്തുകളുടെ മാതാക്കൾ ഉമ്മഹാത്തുൽ ഇബാദത്ത് എന്നാണ് ഈ ദിനങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ ഇസ്ലാമിന്റെ സ്തംഭങ്ങളായ ഈ 5 നേരത്തെ നിർബന്ധ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ എല്ലാ ഇബാദത്തുകളും ഈ 10 ദിവസങ്ങളിൽ സമ്മേളിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും പലപ്പോഴും സദഖ ദാനധർമ്മങ്ങൾ നിർവഹിച്ച ആളുകൾ, റമദാനിൽ അതിൽ മുന്നിൽ കടന്നവർ, അല്ലാഹു അവർക്കെല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ സമ്പത്തുകളിൽ അല്ലാഹു ബറക്കാത്തുകൾ നൽകുമാറാവട്ടെ. അവരുടെ വരുമാനങ്ങൾ അല്ലാഹു ഹലാലാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് ഉന്നതമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അങ്ങനെയൊക്കെ സാമ്പത്തികമായ മേഖലകളിലൊക്കെ ഒരുപാട് ചെയ്ത ആളുകൾ ഇനി അവരുടെ ലക്ഷ്യം അടുത്ത റമദാനായിരിക്കും. പലരുടെയും ചില ആളുകൾ അതിന്റെ തുടർച്ച നിർവഹിക്കുന്ന ആളുകളുണ്ട്. ഇരുകൂട്ടർക്കും അല്ലാഹു അവരുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെയും ഈ 10 ദിവസങ്ങളും കൂടി അതോടൊപ്പം ഉള്ളതാണ് എന്ന് ചിന്തിച്ചാൽ പാവപ്പെട്ട ആളുകളുടെ പശിയടക്കുവാനും ഇവർക്ക് ദാനധർമ്മങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്ന പ്രതിഫലത്തെക്കാളും പ്രതിഫലം ഈ വരുന്ന 10 ദിവസങ്ങളിൽ ഉണ്ടെന്ന ബോധ്യത്തോടു കൂടി നിർവഹിച്ചാൽ അത് അവരുടെ കയ്യിലേക്ക് പിടിക്കുവാനും അവർക്ക് സംഘടിപ്പിക്കുവാനും സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയോ അല്ലാഹു സത്യം ചെയ്ത ദിനങ്ങൾ എന്നാണ് ഈ ദിനത്തെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളെ പിടിച്ചുകൊണ്ട് അല്ലാഹു സൂറത്തു ഫജ്റിൽ സത്യം ചെയ്തു പറഞ്ഞു. എന്താ പറഞ്ഞത്? വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ ആശർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. ആ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുൽഹിജ്ജിന്റെ ദിനത്തെയാണ്. എന്നിട്ട് അവിടെ അങ്ങോട്ട് തുടരുന്നുണ്ട്. والشفع والوتر والليل إذا يسر هل في ذلك قسم الذي حجر والشفع والوتر ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. والشفع والوتر والليل إذا يسر, രാത്രി തന്നെയാണ് സത്യം. അത് ചിരിച്ചുകൊണ്ടിരിക്കെ, അത് സന്തോഷിച്ചുകൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, والليل إذا يسر هل في ذلك قسم الذي حجر ألم تر كيف فعل ربك بعاد. മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധമുള്ളവനുകൊണ്ട് അത് അല്ലാഹു ചോദിക്കുകയാണ്, അതിന് വല്ല വകയുമുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഇനിയോ സഹോദരങ്ങളെ, അതേപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി അദ്ദേഹത്തെ കണ്ടിരുന്നത് ഈ ദിവസങ്ങളിലായിരുന്നു എന്ന് സഹാബത്ത് പറയുന്നു. ഇനിയോ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വല്ലയാലി ആശർ അൽ മുറാദു ബിഹാ ആശറു ദിൽ ഹിജ്ജ കമാ ഖാലഹു ഇബ്നു അബ്ബാസ് വഇബ്നു സുബൈർ വമുജാഹിദ് വഗൈറു വാഹിദ് മിനസ്സലഫി വൽ ഖലഫ്. സലഫുകളിലെയും ഖലഫുകളിലെയും ആളുകൾ, അതേപോലെ തന്നെ പ്രഗൽഭരായ മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ അടക്കമുള്ള ആളുകളൊക്കെയും ഒരേ അഭിപ്രായമാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അതിന് തഫ്സീർ നൽകിയിരിക്കുന്നത്. ഇനിയോ ഹജ്ജ് നിർവഹിക്കുവാനായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ദിനങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട അവസാനത്തെ 3 ദിവസങ്ങൾ നമുക്കറിയാം. ഒന്ന് ദുൽഹിജ്ജ 8, യൗമു തർവിയ എന്നാണ് അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി. യൗമു തർവിയ, ഈ ദിവസത്തിലാണ് ഹജ്ജിന്റെ യഥാർത്ഥ ഹജ്ജിന്റെ അടിസ്ഥാന കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഈ യൗമു തർവിയയിലാണ്, ദുൽഹിജ്ജ 8. അന്ന് ഹജ്ജാജിമാർ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മക്കയിൽ നിന്നും മിനായിലേക്ക് പോകും. ഈ യൗമു തർവിയ, അതിനാണ് ആ 8ന്റെ പേരാണ് യൗമു തർവിയ. അതുപോലെ 9ന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ യൗമു അറഫ. ദുൽഹിജ്ജ 9ന്റെ പേരാണ്, ഞാൻ ആവർത്തിച്ചു പറയാണ്, ദുൽഹിജ്ജ 9ന്റെ റസൂലുള്ളാഹി പറഞ്ഞ പേരാണ് യൗമു അറഫ. 8ന് യൗമു തർവിയ, 9ന് യൗമു അറഫ, 10ന് യൗമുൻ നഹർ. അറബുകളുടെ വായികളിൽ നിന്ന് ദുൽഹിജ്ജ 9, ദുൽഹിജ്ജ 8 എന്ന് വരില്ല. അവരുടെ സംസാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അവർ പറയുന്നതാണ് യൗമു അറഫ, യൗമു തർവിയ, യൗമുൻ നഹർ എന്നാണ് അവർ പറയാ ദിനങ്ങൾ. നമ്മൾ ദുൽഹിജ്ജ 8, ദുൽഹിജ്ജ 9, ദുൽഹിജ്ജ 10. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ 9നാണ്
അവിടെ അറഫയിൽ ആളുകൾ കൂടുക. അപ്പൊ ആ ദുൽഹിജ്ജ 9-നാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത്. അവർ അറഫയിൽ കൂടുമ്പോഴല്ലേ നമ്മൾ നോമ്പ് നോക്കേണ്ടത് എന്നൊക്കെ ന്യായങ്ങൾ നമ്മളോട് വന്നു പോകുന്നത് അതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മുടെ രാജ്യം ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമ്മുടെ നോമ്പ് നോക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരുകൾക്ക് സൽക്കർമ്മങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് അവിടെ യൗമു അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹജ്ജിന്റെ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത്. അന്നേ ദിവസം അറഫയിൽ തങ്ങുക എന്നതാണ് ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും കാതലായ കാര്യം. അത് നഷ്ടപ്പെടുത്തിയാൽ ഹജ്ജ് ശരിയാവൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. ഇനിയോ ഈ ദിവസം ഹാജിമാരല്ലാത്തവർ എന്ത് ചെയ്യുന്നുണ്ട്? അറഫ ദിവസത്തിൽ അവിടെ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദുൽഹിജ്ജ 9-നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ നോമ്പ് നോൽക്കേണ്ടത്. ഇനിയോ ദുൽഹിജ്ജ 10 യൗമുൻ നഹർ, ഹജ്ജാജിമാർ അവരുടെ ഹദിയയും അല്ലാത്തവർ ഉദ്ഹിയത്തും അറക്കുന്നത് ഈ ദിവസത്തിലായിരിക്കും. അതുകൊണ്ടാണ് നഹർ എന്ന് പറഞ്ഞ അറവ് എന്നാണ് അർത്ഥം. ഇന്നാ ആതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ആ നഹറാണ്, ആ അറവ്. പ്രിയപ്പെട്ടവരെ, അത് നടക്കേണ്ടത് ഈ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന അഅ്ളമ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. തീർച്ചയായും ദിവസങ്ങളിൽ വെച്ച് അല്ലാഹുവിങ്കൽ ഏറ്റവും മഹത്തരമായത് യൗമുൻ നഹറാണ്. അള്ളാഹു ഒരുപാട് ദിവസങ്ങളെ പുണ്യമാക്കി പറഞ്ഞു തന്നിരിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ചില ദിനങ്ങൾക്കൊക്കെ വല്ലാത്ത പുണ്യം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പഠിപ്പിച്ച ഈ പുണ്യമാക്കപ്പെട്ട ദിനങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു വാക്കിലും നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയുന്ന ദിനങ്ങളില്ല എന്നത് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ ഒരു ദിനം അവർ പറയുന്നില്ല. അതുകൊണ്ട് അതിൽ പുണ്യമാക്കപ്പെട്ട ദിനമാണ് ഈ പറഞ്ഞ ദിനങ്ങൾ. എന്നാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിരിക്കുന്ന, പ്രഖ്യാപിച്ചിരിക്കുന്ന പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിൽ ഈ പറഞ്ഞ ആളുകൾ സജീവമല്ലതാണ്. അവര് ഒരു സ്വാഭാവികമായ ദിനമാക്കി, സ്വാഭാവികമായ ആഘോഷമാക്കിയിട്ട് അതിനെ അങ്ങോട്ട് തള്ളുകയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദിനങ്ങൾക്ക് വല്ലാത്ത ആരവവും ആവേശവും ജനങ്ങളെ കൊണ്ട് ഒരുപാട് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ചെയ്യാത്ത വിധത്തിൽ ആയിരക്കണക്കിന് തവണ സൂറത്തുകൾ ഓതിപ്പിക്കുക. ചില സൂറത്തുകൾ 1000 തവണ, ചില പ്രാർത്ഥനകൾ 5000 തവണ, 300 തവണ, 303 തവണ എന്നൊക്കെ ചിന്തിപ്പിക്കുന്ന ചില നമസ്കാരങ്ങൾ, അതേപോലെ അനവധി പ്രവാചകൻ പഠിപ്പിക്കാത്ത റക്അത്തുകളുടെ എണ്ണം വെച്ചുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളെ തെറ്റിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെയും ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ ഈ പ്രധാനപ്പെട്ട ദിനങ്ങൾ സുവ്യക്തമായി പറഞ്ഞിരിക്കുന്ന പുണ്യദിനങ്ങളിൽ ആ ദിനങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിലെ അവസാന രാവുകൾക്ക് തുല്യമോ അതിനേക്കാൾ ശ്രേഷ്ഠമോ ആണ് ഈ ദിനങ്ങളിലെ പകലുകൾ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നമ്മുടെ മുൻഗാമികൾ ഈ ദിനങ്ങളെ വളരെയേറെ ഉപകാരപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കുമായിരുന്നു. അവർ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എന്നിട്ട് ഈ 10 ദിവസങ്ങൾ അവർ കയ്യിലാക്കി അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് ഇബാദത്ത് ചെയ്തവനായി ആ 10 ദിനങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മലക്കുകളും കൂടെ ഉണ്ടായിരുന്ന സാക്ഷികളായി പറയുന്ന കൈകളും കാലുകളും നമ്മുടെ അവയവങ്ങളും എല്ലാം പരിശുദ്ധ ഖുർആൻ അടക്കമുള്ളവർ സാക്ഷി പറയുമ്പോൾ ഈ 10 ദിവസത്തിൽ ഈ മനുഷ്യൻ സൽക്കർമ്മങ്ങളിൽ നിരതനായിരുന്നു റബ്ബേ എന്ന് പറയുന്നിടത്തേക്ക് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും വരണം. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് തനിക്ക് സാധ്യമാകുന്ന അത്രയും രൂപത്തിൽ ഈ ദിനങ്ങളിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇപ്രകാരം പറയുകയുണ്ടായിരുന്നു. ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങൾ വന്നിരിക്കുന്നു. ഈ ദിനങ്ങൾ നമ്മൾക്ക് കർമ്മങ്ങളിലും ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളിലും തിരക്കുള്ള ദിനങ്ങളാണ്. സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ സൽക്കർമ്മങ്ങളിൽ തിരക്കുള്ള ദിവസമാണ് ഈ 10 ദിനങ്ങൾ. എപ്പോഴും നമ്മൾ സജീവമായി ആ കർമ്മങ്ങളിൽ നമ്മൾ മുഴുകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ പുണ്യദിനങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. മഹാനായ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ തുത്ഫിഉ സുർജകും ലയാലി അശർ തുഅജിബുഹു അൽ ഇബാദ വയഖൂലു യഖിദു ഖദമകും യതസഹറൂന ലിസൗമി യൗമിൽ അറഫ. ഈ 10 രാവുകളിൽ നിങ്ങളുടെ വിളക്കുകൾ അണക്കരുത്. ആ സമയം ഇബാദത്തുകൾ ചെയ്യണം.
അറഫാ ദിനത്തിൽ നോമ്പെടുക്കാനായി നിങ്ങളുടെ വീട്ടുകാരെ ഉണർത്തുകയും ചെയ്യുക. അതിനാൽ ഈ ദിനങ്ങളിൽ ഒരു നന്മ പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഇവിടെ വരാത്തവരോട് പറഞ്ഞു കൊടുക്കണം. ഇവിടെ വന്നിരിക്കുന്ന ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരോട് പറയണം, പാപ്പമാർ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നാളെ മുതൽ നമ്മൾ സജീവമായ ഇബാദത്തിലും സൂക്ഷ്മതയിലും, നമുക്കറിയാലോ പരിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാലെങ്കിലും ചില തിന്മകൾ നമ്മൾ അടച്ചുപൂട്ടി വെക്കാറുണ്ട്. ചില തെറ്റായ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. അതേപോലുള്ള മോശമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതെ നമ്മൾ മാറി നിൽക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റമദാനിലെ 10 ദിവസം പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായോ ആണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഈ വരുന്ന 10 ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്ന ഇബാദത്തുകളിൽ ഒരെണ്ണം പോലും ഒഴിയാതെ ഈ 10 ദിവസങ്ങളിൽ ഞാൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് വരാൻ ജാഗ്രത പുലർത്തണം, സൂക്ഷ്മത പുലർത്തണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أما بعد اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആളുകൾ അല്ലാഹു അവർക്കെല്ലാവർക്കും ഏറ്റവും ആഫിയത്തോടുകൂടി സജീവമായി അവിടെ കർമ്മങ്ങളിൽ ധന്യരായി തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസങ്ങളിൽ പ്രധാനമായും ചെയ്യാൻ കഴിയുന്ന ചില സൽക്കർമ്മങ്ങളിൽ പെട്ടതാണെന്ന് ഒന്ന് ഹജ്ജ് ഉംറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ ഉംറതു ഇലൽ ഉംറതി കഫാറതു ലിമാ ബൈനഹുമാ വൽ ഹജ്ജു അൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അതേപോലെ തന്നെയാണ് ഈ ദുൽഹിജ്ജ 9 നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ തിരുദൂതർ ദുൽഹിജ്ജയിലെ 9 നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തിസ്ഉദിൽ ഹിജ്ജ എന്ന പദത്തിന് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമായി ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അൻ ബഅദി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ. അദ്ദേഹത്തിന്റെ പത്നിമാർ ഉദ്ധരിക്കുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? ഈ തിസ്അദിൽ ഹിജ്ജ എന്ന പദത്തിന് ദുൽഹിജ്ജയിലെ 9 ദിനങ്ങൾ എന്ന് അർത്ഥം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. ദുൽഹിജ്ജയിലെ 9 ദിനങ്ങൾ. എന്നാൽ ദുൽഹിജ്ജയിലെ അറഫാ ദിനത്തിൽ പ്രത്യേകം നോമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ദിനങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉത്തമമാണ് എന്നതിനാൽ 9 ദിവസവും നോമ്പെടുക്കൽ തന്നെയാണ് ഏറ്റവും ഉത്തമമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമാണ്. അപ്പോൾ കഴിവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെയും നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി നമ്മുടെ മുൻഗാമി ഈ 9 ദിവസങ്ങളും നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിന് കഴിയുന്ന താക്കത്തുള്ള ആളുകൾ അതിന് മുന്നോട്ട് വരേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുപോലെ മറ്റൊന്ന് നമുക്ക് നിർവഹിക്കാനുള്ളത് ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെയും സംഗീതത്തിന്റെ ലോകത്ത് വാസ്തവമാണല്ലോ. നമ്മളൊക്കെയും സംഗീതം കേൾക്കുക, സംഗീതം കാണുക, അതേപോലെ അതായത് അല്ലാഹുവിന്റെ അദ്കാറുകളല്ലാത്ത, അല്ലാഹുവിന്റെ ഖൗലുകളല്ലാത്ത, വചനങ്ങളല്ലാത്തത് കേൾക്കാനും ആസ്വദിക്കാനും അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളാണ് നമ്മളെല്ലാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാതെ അല്ലാഹുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെ നമ്മൾ എത്തുക. അല്ലാഹുവിനെ ഓർക്കാൻ കഴിയാത്ത, സംസാരങ്ങളിൽ അല്ലാഹു വരാത്ത, പറയുന്നിടത്ത് ദീന് പോലും പറയാൻ ആളുകൾക്ക് ലജ്ജ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. എല്ലാത്തിലും മുഴുകി ഭൗതികമായ ഇത്തരം വിഷയങ്ങളിൽ മുഴുകുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ദീനിന്റെ ഒരു കാര്യം പറയാൻ പോലും അവരുടെ നാവ് പൊങ്ങില്ല. കാരണം ഞാൻ അങ്ങനെ പറയാന്ന് വിചാരിക്കുക. ദീന് പറയാൻ ലജ്ജ വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. നേരെ മറിച്ച് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പരമാവധി വിട്ടുനിന്ന് കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല പോംവഴി എന്താ? അദ്കാറുകളാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ രാവിലെ മുതൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് ഒരു ഖുതുബയിൽ അത് കേൾക്കാനുണ്ട്. രാവിലെ മുതൽ ആ സത്യവിശ്വാസിക്ക് പ്രാർത്ഥനയോട്, കാരണം എന്താ? മരിച്ചതുപോലെ ഉറങ്ങിയതാണ് നമ്മൾ, അല്ലേ? ബിസ്മിക്കല്ലാഹു അമൂതു വഅഹ്യ. എന്താണ്? അഹ്യയും അമൂതു ആണ് പറയുന്നത്, മൗത്തും ഹയാത്തും. മരിച്ചതുപോലെ ഉറങ്ങിപ്പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഒരു മരണമാണ്. ഭാഗ്യമുള്ളവർ എണീറ്റ് വരികയാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ്, അല്ലേ? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ.
നമ്മൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാ പ്രിയപ്പെട്ടവരെ ഉണർന്നു പോകുന്നത്. എന്നെക്കാളും ഒരുപക്ഷെ പ്രായമുള്ള പലർക്കും പറയാൻ പറ്റും, എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലോണം കിടന്നുറങ്ങിയതായിരുന്നു വാപ്പ അല്ലെങ്കിൽ എന്റെ സുഹൃത്ത്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോ അയാൾ ഇളകുന്നില്ല. ഒരുപാട് തവണ വിളിച്ചു നോക്കുമ്പോ അയാൾ മരണം വരിച്ചിരിക്കുകയാണ്. അത്ര ശാന്തമായ രാത്രികളിൽ അള്ളാഹുവിലേക്ക് മടങ്ങിയ പല ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ, അവന്റെ ജന്നാത്തുൻ നഈമിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ പലപ്പോഴും നമ്മുടെ ഉറക്കമൊക്കെ എങ്ങനെയാണ്? എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചില ആളുകൾ TV കണ്ട് ഇങ്ങനെ ആ സോഫയിൽ കിടന്നുറങ്ങും. ചിലപ്പോൾ അവിടെ തന്നെ രാവിലെ വരെ. ചില ആളുകൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് ഈ എന്താ പറയാ ഈ ലോഡ്ജുകളിലും പേയിങ് ഗസ്റ്റുകളൊക്കെ ആയിട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, എല്ലാവരും ഫോണില് ഏറ്റവും മോശമായതും മറ്റൊരാൾ നമ്മുടെ നാട്ടിൽ നമ്മളെ കൂടെ ജീവിക്കുന്ന ഒരു നല്ല വ്യക്തി വന്നു കഴിഞ്ഞാൽ ഓഫാക്കുന്നതുമായ പലതും കരുത് കിടക്കുന്ന ആളുകളാണ്. അങ്ങനെ തന്നെ നമ്മൾ ഉറങ്ങിപ്പോ. വാസ്തവമല്ലേ പ്രിയപ്പെട്ടവരെ? ആലോചിച്ചു, നമ്മളെ കൂടെ ജീവിക്കുന്ന നമ്മുടെ വാപ്പയോ നമ്മുടെ ഉസ്താദോ വന്നാൽ ഓഫാക്കി പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് നല്ല സാധനമാണെങ്കിലോ ഇവിടെ ഇരിക്കും, ഇത് കണ്ടുവെന്ന് പറയും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈവൻ ഏതെങ്കിലും സ്പോർട്സ് പോലും നമ്മൾ കാണുമ്പോൾ ഓഫാക്കാത്ത അതൊരല്പെങ്കിലും പറ്റും എന്ന് നമുക്ക് തോന്നിയുണ്ടോ? അല്ലാത്തതൊക്കെയും നമ്മൾ ഓഫാക്കി പോകുന്നത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അത് പറ്റാത്തതാണ് എന്ന് നമ്മുടെ മനസ്സാക്ഷിക്ക് പോലും അറിയുന്നതാണ്. അത്തരം കാര്യങ്ങൾ കണ്ടും കേട്ടും കൊണ്ട് ഉറങ്ങിപ്പോകുന്നതിനേക്കാളും മഹത്തരമായതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അദ്കാറുകൾ. വുദൂ ചെയ്ത് ബെഡിലേക്ക് വന്ന് അദ്കാറുകൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ അത് 100 തികച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ആമന റസൂലും അതേപോലെ മവിദത്താനിയും അതേപോലുള്ള ഖുൽ ഹുവല്ലാഹു ഇഖ്ലാസ് ഫലക് നാസ് ഇതൊക്കെയും ഓതി ആയത്തുൽ കുർസി ഓതി എന്നിട്ട് വലത് കൈയിൽ അതിന്റെ ഉള്ളം കൈയിൽ വലത് കവിള് വെച്ച് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നുറങ്ങുകയും അതിനുശേഷം മറ്റു സംസാരങ്ങളിൽ ഏർപ്പെടാതെ അള്ളാഹുവിന് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും അദ്കാറുമായിട്ട് ഒരാൾ കിടന്നുറങ്ങിയിട്ട് അയാളെ പിറ്റേന്ന് എഴുന്നേറ്റിട്ടില്ലെങ്കിലുള്ള ഗുണത്രയ പ്രിയപ്പെട്ടവരെ ആലോചിച്ചു. അയാളുടെ അവസാനത്തെ അമലുകൾ ഏത് അമലായിരിക്കും ആകാശലോകത്തേക്ക് മലക്കുകൾ കൊണ്ടുപോയിട്ടുണ്ടാവുക? ആലോചിക്കണം നമ്മളെല്ലാവരും. എന്നാൽ പലപ്പോഴും ഇന്നത്തെ യുവ സമൂഹമടക്കം വയസ്സായ ആളുകളടക്കം ഇത്തരം മോശമായത് കണ്ടിട്ട് ഞാനും നിങ്ങളൊക്കെ രാവ് തീർക്കുന്ന അങ്ങനെയാണ്. പലരുടെയും ജീവിതത്തിലെ ദാമ്പത്യ ബന്ധം പോലും ഭൗതികമായ ഒരു അവസ്ഥ ഞാൻ പറയുന്നത്, ദാമ്പത്യ ബന്ധം പോലും തകരാനുള്ള ഏറ്റവും വലിയ സാധനം ഈ സാധനം. എല്ലാവർക്കും അത് മതി. ഭാര്യയെക്കാളും അവർക്കത് മതി, ഭർത്താവിനേക്കാളും അവർക്കത് മതി, പ്രിയപ്പെട്ട മക്കളെക്കാളും അവർക്കത് മതി. ചില മക്കളെ കളിപ്പിക്കാനൊക്കെ ഒരു അരമണിക്കൂർ കിട്ടുന്ന രക്ഷിതാക്കള് അവിടെ മക്കളിങ്ങനെ മേത്തും ഇവിടെയൊക്കെ വന്ന് ഉരുളുമ്പോൾ നമ്മൾ ഇതിലായിരിക്കും. എന്നിട്ട് അവരുറങ്ങിക്കഴിഞ്ഞാൽ അവരെ ഖലാസ്. പ്രിയപ്പെട്ടവരെ, അവരെ കളിപ്പിക്കാനുള്ള അരമണിക്കൂർ പോലും നഷ്ടപ്പെടുത്തുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹനെ ഓർത്തിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം തീരുമാനിക്കുക. ഇതൊരു മനുഷ്യന്റെ, ഒരാളുടെ, ഒരു ഖതീബിന്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ നിർദ്ദേശമായിട്ട് നിങ്ങൾ കാണരുത്. ശരിയല്ലേ എന്നാലോചിച്ചിട്ട് നമ്മൾ അതിൽ മാറ്റം വരുത്തുക. ബെഡ്റൂമുകളിലേക്ക് പരമാവധി ഈ സംഗതികൾ നീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയ്ക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുന്ന അവസ്ഥ വരില്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടതായ ഭർത്തൃപദം എന്നൊരു ഉത്തരവാദിത്തമുണ്ട്. അത് നിർവഹിക്കാത്ത കാലത്തിടത്തോളം ദാമ്പത്യ ബന്ധത്തിൽ വരെ വിള്ളലുകൾ കേൾക്കുന്നത്. അതുകൊണ്ട് അദ്കാറുകൾ ചെല്ലുക. ആപ്പോതു ചെയ്തിട്ട് എന്തെങ്കിലും ചെല്ലുന്ന സമയത്ത് സംസാരിക്കാൻ വരുന്ന ഭാര്യക്ക് പോലും എന്നാ ഞാനും ചെല്ലട്ടെ എന്ന് ചിന്തിക്കാൻ തോന്നും, മക്കൾക്ക് തോന്നും, മക്കളോട് അത് പറയാൻ തോന്നും. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ ഈ ദിവസങ്ങളിലും വരുന്ന ദിവസങ്ങളിലും അദ്കാറുകൾ വർദ്ധിപ്പിക്കാൻ ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ അള്ളാഹുവിങ്കൽ ശ്രേഷ്ഠവും പ്രിയമേറിയതുമായ മറ്റു ദിനങ്ങളില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. ഇബ്നു ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമ എന്നിവർ ഈ ദിനങ്ങളിൽ അങ്ങാടികളിൽ പോയി ഉച്ചത്തിൽ തക്ബീർ മുഴക്കുകയും ആളുകൾ ഇത് കേട്ട് ഏറ്റുചൊല്ലുകയും ചെയ്യുമായിരുന്നു എന്ന് ബുഖാരി. എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് ഈ ദിക്റുകൾ ചെല്ലിപ്പിക്കുന്ന, ഇതിനർത്ഥം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഹൽക്കകൾ ഉണ്ടാക്കുകയല്ല അവർ ചെയ്തിരുന്നത്. അത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കാത്ത അത്ര എണ്ണം വെച്ച് പറഞ്ഞ സമയത്ത് അവരെ എന്താ പറഞ്ഞത്, വടിയെടുത്ത് അടിച്ചോടിക്കുകയാണ് സഹാബത്ത് ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അദ്കാറുകൾ വർദ്ധിപ്പിക്കുക. ഒന്നും വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ ദിക്ർ മതി. ഈ ബാംഗ്ലൂരിലെ ഏറ്റവും സമൃദ്ധമായ സ്ഥലത്തുള്ള വലിയ 10-20 പ്രോപ്പർട്ടികളെക്കാൾ ദുനിയാവിലെ മുഴുവൻ സാധനങ്ങളും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തോന്നുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എങ്കിലും ചൊല്ലിയിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ഭർത്താക്കന്മാരുടെ മൂളിപ്പാട്ടുകൾ ഭാര്യമാർ കേട്ടിട്ടുണ്ടാകും. ഭാര്യമാരുടെ ചില മൂളിപ്പാട്ടുകൾ അടുക്കളകളിൽ നിന്ന് ഭർത്താക്കന്മാരുടെ ചെവികളിൽ എത്തിയിട്ടുണ്ടാകും. എന്നാൽ ഏതൊരു ഭർത്താവിന്റെയും വായിൽ നിന്ന് ഞാൻ പലതവണ ആ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, പലതവണ അദ്ദേഹം അത് ചെല്ലാറുണ്ട് എന്ന് പറയുന്ന ഭാര്യമാർ നമുക്കുണ്ടോ എന്ന്, അങ്ങനെ ചൊല്ലുന്ന ഭർത്താക്കന്മാർ നമുക്കുണ്ടോ എന്ന് പുനഃപരിശോധിക്കാനും കൂടി ഈ ഒരു സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇനിയോ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കുക ഈ ദിനത്തിൽ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തായിബു മിനൽ ദഹബ് കമൽ അത്താഹിബു മിനൽ ദഹബ് കമൽ ലാ ദംബ ലഹു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജ ഉദ്ധരിക്കുന്നത്. പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങിയവർ പാപങ്ങൾ ഇല്ലാത്തവരെ പോലെയാണ്. സകല പാപങ്ങളും നമ്മൾ ചെയ്യും. റമളാനിന് ശേഷം മാത്രം എത്ര പാപങ്ങൾ ഈ ആണുങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു. ഈ കഴിഞ്ഞ റമളാനിന് ശേഷം തന്നെ എത്ര ചെയ്തെന്ന് എഴുതി വെക്കാൻ നമുക്ക് എണ്ണം കിട്ടും. അത്രയും പാപികളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും ലാ തഹരികന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹി തൽഖിൻ. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നന്മകളിൽ ഒന്നും തന്നെ നീ നിസ്സാരമാക്കി കളയരുത്. പ്രസന്ന വദനമായ മുഖവുമായി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നീ കുറയ്ക്കരുത് എന്നാണ് അബൂദർ ഗഫാരിയോട് എന്നെ എന്തെങ്കിലും ഉപദേശിച്ചു തരീനെന്ന് റസൂലുള്ളാഹിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്ത് അദ്ദേഹം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവക്ക് പുറമെ പ്രധാനമായും പ്രിയപ്പെട്ടവരെ ഖുർആൻ പാരായണം, അതേപോലെ പഠനം, മതപഠനം, നന്മ ഉപദേശിക്കൽ, തിന്മ വിരോധിക്കൽ, അതൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം എടുത്തു നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ പോലും ഒരു ഇതുവരെ കാണാത്തൊരു സംഗതി കണ്ടാൽ അത് ഇതുവരെ കാണാത്തൊരു സംഗതിയല്ലേ എന്ന് പോലും ചോദിക്കാനുള്ള ത്രാണി മുസ്ലിം സമുദായത്തിലെ കടുപ്പമുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിലെ കാരണവന്മാരായ ആളുകൾക്ക് പോലും നഷ്ടപ്പെട്ടൊരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. നന്മ ഇങ്ങനെ നശിച്ചു പോവുക, തിന്മ ഇങ്ങനെ പുതിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എന്തെല്ലാം പുതിയ തിന്മ ഇപ്പൊ 2024 പറഞ്ഞിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റ് സമുദായങ്ങളിലും ഒക്കെയുള്ള പലതും കയറി വരുമ്പോൾ നമുക്കത് ഫാഷൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്, അലങ്കാരം എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ പലതും ഇതര മതങ്ങളിൽ നിന്നും ഇതര ദർശനങ്ങളിൽ നിന്നും ചേക്കേറി വന്നതാണ് എന്ന് തിരിച്ചറിയാൻ പോലും നമ്മുടെ കാരണവന്മാർക്ക് പോലും കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. അവിടേക്കൊന്നും നമ്മൾ പോകരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതിന്റെ പഠനം, മദ്രസ പഠനം. നമ്മുടെ മദ്രസ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹനെ ഓർത്തിട്ട് നമ്മുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3-4 മക്കളെ തന്നത് നിങ്ങൾ അവർക്ക് ദീന് കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം. അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നവരായിട്ട് അവരവരുടെ മക്കളെ അവർ പോറ്റി വളർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഒരു ഭൗതികതയും പരലോകത്ത് അല്ലാഹു വിചാരണ ചെയ്യില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുക എന്റെ സമുദായത്തെ. ആ സമുദായത്തിൽ ആദ്യമായി അല്ലാഹു വിചാരണ എടുക്കുന്ന വിഷയം നമസ്കാരത്തെ പറ്റിയായിരിക്കും. ആ നമസ്കാരം എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന, അതിന്റെ വുദു എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന, സുന്നത്ത് നമസ്കാരങ്ങൾ ഏതൊക്കെയെന്ന് പഠിപ്പിക്കുന്ന, അത് ആവശ്യമില്ലാത്തവർ ആരൊക്കെയെന്ന് പഠിപ്പിക്കുന്ന, നമ്മളുടെ മക്കളുടെ പിന്നെ ഓരോ പ്രായത്തിലും വരുന്ന വ്യത്യാസങ്ങൾക്കനുസൃതമായി അവർക്ക് വരുന്ന ഹൈദും അവർക്ക് വരുന്ന നിഫാസും, അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായ പ്രായങ്ങളിൽ കർമ്മബോധമുള്ള ദീനുള്ള ഉസ്താദുമാരിൽ നിന്ന് കേൾക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അതിന് നമ്മൾ മദ്രസകളെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ധന്യമാകും ഈ 10 ദിവസങ്ങളിൽ അത്തരം തീരുമാനമെടുക്കേണ്ടത് പോലും ഏറ്റവും വലിയ നന്മയാണ് തിരിച്ചറിഞ്ഞ് രക്ഷിതാക്കൾ മുന്നോട്ട് വരിക. ഖുർആൻ വായിക്കുന്ന 5 നേരവും ഒരായത്തെങ്കിലും നമസ്കാര ശേഷം ഓതുക എന്നൊരു തീരുമാനം എടുക്കുക. അതിന് നമുക്ക് ഒരു സെക്കൻഡും നമുക്ക് പോകില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു അതിൽ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അതോടൊപ്പം പ്രാർത്ഥനകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുക. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബക്കാർ, മരണപ്പെട്ടു പോയ ആളുകൾ, അതേപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകൾ. ചില ആളുകൾക്ക് നാടുന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയാലും കാണാതായാലും മരണപ്പെട്ടു പോയാലും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്നു പോയ ആളുകൾ, ഇവിടെ നമ്മുടെ കൂടെ സജീവം സന്നിഹിതരല്ലാത്ത ആളുകൾ, ദൂരെ ദിക്കിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ ഇതര രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയകളിലൂടെ അവരുടെ കഷ്ടപ്പാടുകൾ വരാത്തത് കൊണ്ട്
അവർ സുഖത്തിലാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. അവർ കഷ്ടപ്പാടിൽ തന്നെയാണ്. ഫലസ്തീനിലും ഗസായിലും കാശ്മീരിലും ഒക്കെയും ഒരുപാട് മുസ്ലിങ്ങൾ പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിന് പകരമായുള്ള പ്രതിഫലം ബറകാത്തുകളും നൽകി അവർ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم إنا نسألك العفو والعافية في الدنيا والآخرة اللهم إنا نسألك العافية في دين ودنيا توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.